ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അരികിലിരിക്കാൻ ആളില്ല. ഉം. അപ്പൊ ലിജി നാട്ടിലെത്തിയവരൊക്കെ അറിഞ്ഞില്ലേ? അപ്പൊ എൻ്റെ അടുത്തിരിക്കാനുള്ള ആള് നാട്ടിലാണ്. ആ വിഷമം കുറച്ചുണ്ട്. കാരണം വെച്ചാൽ ഒരു 8 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് നിന്നല്ലേ, ഇത്രയും വർഷത്തിനിടയിലെ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയപ്പോൾ കുറച്ച് വിഷമം. അത് ശരിയായി വരുന്നുണ്ട്, വിഷമമൊക്കെ ഇങ്ങനെ മാറി വരും. കാരണം നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതമല്ലേ, അപ്പൊ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ അല്ലേ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്താ പറയാ, ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട പോലെ ആയിട്ടുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ കരകയറിയമ്മ വരും, പ്രശ്നമില്ല. എന്തായാലും എനിക്ക് അക്കാൻ പഠിക്കണ്ട. അക്കാൻ പഠിച്ചാലൊക്കെ ശരിയാവും. അക്കാൻ പഠിക്കണം. അക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അങ്ങോട്ട് നാട്ടിലേക്ക് പോകും, പിന്നെ രുചി ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വേറെ ചില ഒറ്റയ്ക്കുള്ളതിൻ്റെ പേരിൽ സ്കിപ്പ് ചെയ്ത് കളയുക, കാണാതിരിക്കുക, അങ്ങനൊന്നും ഉണ്ടാവരുത്. കാണാ അപ്പൊ എൻ്റെ എന്താ പറയാ, ലൈഫ് സ്റ്റോറി നമുക്ക് വീണ്ടും തുടങ്ങാം. ഉണ്ടാവും. ലിജിത എവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു തന്നോട്ടോ. ലിജി ഇവിടെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. കുറച്ച് വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു. 2 ദിവസം നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. 2 ദിവസം ഭയങ്കര മൂകതായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ചായ റെഡിയാക്കി തരലും ചായ കുടിയും, അത് കഴിഞ്ഞ് പിന്നെ ഫുഡിന്റെ കാര്യം നമ്മൾ ചിലതൊക്കെയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും ഞാൻ, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറി ഇത് ഉണ്ടാക്കാനും ചായക്കും ചോറൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ളൊരു അടുക്കളയിൽ കയറുമ്പോൾ ഒരു വിഷമം പോലെയാണ്. രുചി ഇല്ലല്ലോ. അടുക്കള റൂമിൽ വരുമ്പോൾ ആദ്യം ഞാൻ ഓട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലേ പെട്ടെന്നൊക്കെ ഡ്യൂട്ടി തീർത്ത് പെട്ടെന്ന് റൂമിലെത്തണം എന്നൊരു ചിന്ത ആദ്യമൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ പതുക്കൊക്കെ പോവുള്ളൂ. കാരണം വെച്ചാൽ റൂമിൽ ഓടി കഴിച്ച് വന്നിട്ട് ഇപ്പൊ എന്താ അതിൽ കുറച്ച് വളരെ പതുക്കൊക്കെ പോയൊക്കെ വരുള്ളൂ. പിന്നെന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ അങ്ങനെ അവിടെ നാട്ടില് കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ടോ ചെന്ന്. പിന്നെ അവിടെ അമ്മയുണ്ട് കൂടെ, ലിജിയുടെ അമ്മയുണ്ട് കൂടെ. പിന്നെ അങ്ങനെ പോകുന്നു, ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഒരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി. വീഡിയോ അയച്ചു തരുമെന്ന് തോന്നുന്നു. തന്നിട്ടില്ല. വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എന്തായാലും വീഡിയോ ഒക്കെ അയച്ചു തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ അയച്ചതായി ഞാൻ ഇടാന്നും പറയട്ടെ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ആള് അയച്ചു തരുമ്പോ ഞാൻ അതും അപ്ലോഡ് ചെയ്യാടാ. അപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ച് തിരക്കിലാണ് ആള് അതിന്റെ എല്ലാം. പിന്നെന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞവര് തനിച്ച് ആയിപ്പോയി എന്നുള്ളൊരു ഒരു വിഷമം. അത് പിന്നെ റിക്കവർ ചെയ്ത് വരും നമ്മള്. കാരണം കുറെ കാലമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒക്കെ പെട്ടെന്ന് റിക്കവർ ആയി. ഇപ്പൊ ഏകദേശം ശരിയായി. ആ 2 ദിവസം എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഏകദേശം നമുക്ക് മാറി. ആരെയല്ലേ പറ്റൂ, ജീവിതം അങ്ങനെയല്ലേ. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞു നിർത്തിയേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പെണ്ണ് കാണാൻ വന്നേക്കുന്ന ഒരു വിവരമുള്ള പറഞ്ഞു വെച്ചത് അല്ലേ. നമുക്ക് ലൈഫ് സ്റ്റോറിയിലേക്ക് അവിടെ കിടക്കാം. അങ്ങനെ പെണ്ണൊക്കെ കണ്ട് ഞങ്ങൾ പോയി. പിന്നെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ എന്താ പറയാ, ചേട്ടന്മാരും ചേട്ടത്തിമാരും അതുപോലെ അവിടെ നിന്ന് അവരെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വിരുന്ന് കഴിക്കലും കല്യാണ നിശ്ചയവും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അങ്ങനെ മുഹൂർത്തം 1995 നവംബർ 5-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിജിക്ക് 19 വയസ്സായിട്ടുള്ളൂ കേട്ടോ. 19 വയസ്സുള്ളൂ. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ലിജി വീട്ടിൽ വന്നു. പിന്നെ ഞാനും അമ്മയും ലിജി മാത്രമേ ഉള്ളൂ വീട്ടില്. തൊട്ടടുത്ത് തന്നെ, അമ്മ പറഞ്ഞില്ല, ചേട്ടന്റെ വീടുണ്ട് തൊട്ടടുത്ത് തന്നെ. ചേട്ടൻ്റെ ഉണ്ട്.
2 ചേട്ടന്മാർ വീടും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ആ സുഖസുന്ദരമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ജോലി എന്ന് പറയുന്നത് കൈൻഡ് ഹോണ്ടയുടെ ഫോർമാനായിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ട. കൈൻഡ് ഹോണ്ട എന്ന കമ്പനിയുടെ ഫോർമാനായിട്ട് ഞാൻ ജോലി ചെയ്യാണ്. അപ്പൊ അങ്ങനെ അപ്പൊ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് രാവിലെ എന്ന് വെച്ചാൽ 9 മണിക്കൊക്കെ 8:30 9 മണിക്കൊക്കെ ഞാൻ പോകുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന്. കൊടുങ്ങല്ലൂർ തന്നെയായിരുന്നു എൻ്റെ ഷോറൂം. അപ്പൊ അവിടുത്തെ ഫോർമാനായിട്ട് ഞാൻ ജോലി ചെയ്യാം. അങ്ങനെ 9 മണിയൊക്കെ പോകുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡിയാക്കി തരും ലിജി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് ഞാനും ലിജിയും രാത്രി ഞങ്ങൾ തനിച്ചുണ്ടാവുള്ളൂ. തൊട്ടടുത്ത് തന്നെ ചേട്ടന്റെ വീടാണ്. ചേട്ടന്റെ വീട്ടിലേക്ക് അമ്മ പോയി കിടക്കും. കാരണം ചേട്ടൻ ഒന്ന് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അമ്മ അവിടെ ചേട്ടത്തിന്റെ കൂടെ അവിടെ എടുത്ത് ഉണ്ടാവും. ഞാൻ പിന്നെ ഞാനും ലിജിയും തനിച്ചുണ്ടാവും. പക്ഷെ എന്നാലും എന്നാലും ഞങ്ങൾ പുലർച്ചെ അന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും രാവിലെ എഴുന്നേൽക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ ഞങ്ങള് 5 മണിക്കും 5:30 എണിക്കൂല. അമ്മ എനിക്ക് വരും. അമ്മ എനിക്ക് വന്നിട്ട് ഞങ്ങള് ജനലുമ്പൊക്കെ ഒന്ന് പതുക്കെ മുട്ടും, മക്കളെ എനിക്കെന്ന് പറഞ്ഞിട്ട്. കാരണം അപ്പൊ എനിക്കാ മതി പറഞ്ഞേക്കണ്. അപ്പൊ 6 മണിയൊക്കെ കഴിയും. അമ്മ എനിക്ക് വന്നിട്ട് അമ്മ പറഞ്ഞു നേരത്തെ ഒന്നും എഴുന്നേൽക്കണ്ട, നേരത്തെ എഴുന്നേറ്റ് മുറ്റത്തൊന്നും ഇറങ്ങണ്ട, ഇറങ്ങരുത്, 6 മണിയാകുമ്പൊക്കെ എനിറ്റാ മതി. അപ്പോഴത്തേനും പോകുമ്പോഴത്തേനും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ, ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നേരത്തെ, ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന് ശേഷമൊക്കെ എനിട്ടിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പൊ അന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വണ്ടി, എനിക്കന്ന് വണ്ടി ഉണ്ട്, SD എന്ന് പറഞ്ഞൊരു വണ്ടി, SD ക്ലാസിക് വണ്ടി ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനാ വരാം. അത് വരുമ്പോൾ നല്ല സൗണ്ടുള്ള വണ്ടി, 2 സൈലൻസർ വെച്ച് ഭയങ്കര സൗണ്ടാ വണ്ടിക്ക്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് 9 മണിയൊക്കെ ആവും. രാത്രി ഡ്യൂട്ടി കഴിയട്ടോ, അവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡ്യൂട്ടിയൊക്കെ കഴിയും. അതായത് ഞാൻ കൂട്ടുകാരുടെ കൂടെ ഒക്കെ വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പോരുള്ളൂ. അപ്പൊ ഇവിടെ എത്തുമ്പോ എന്തായാലും രാത്രിയൊക്കെ ആവും. അമ്മ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ എത്താൻ വേണ്ടിയിട്ട്, എനിക്ക് അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നേരത്തെ ഭക്ഷണം കഴിച്ചോളാം, എന്നെ നോക്കിയിരിക്കണ്ടെന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ ഞാൻ പറഞ്ഞ കാത്തിരിക്കും. 2 പേരും ഞാൻ എത്ര വൈകുന്നോ അത്രയും നേരം ഞാൻ ചുമ്മാ വൈകണായിരിക്കുള്ളൂ, കൂട്ടുകാരോട് കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ പോരുള്ളൂ. കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് കൂട്ടുകാരൊന്നും ഇല്ലാതാക്കാൻ പറ്റൂല. അങ്ങനെ കൂട്ടുകാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ കുറഞ്ഞൊരു മണിക്കൂറോളം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ ഞാൻ പോരുള്ളൂ കേട്ടോ. ഒരു ദിവസം ചെന്നപ്പോണ്ട് ആരും ഭക്ഷണം കഴിക്കുന്നില്ല. ആദ്യമൊക്കെ കഴിച്ചിരുന്നു, ആദ്യമൊക്കെ അമ്മ കഴിച്ചിരുന്നു കേട്ടോ, നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ ആയപ്പോണ്ട് അമ്മ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. പിന്നെ ലിജി പിന്നെ ഞാൻ വന്നിട്ടേ കഴിക്കുള്ളൂ, അമ്മയും കഴിക്കുന്നില്ല. അപ്പൊ ചോദിച്ചാൽ എന്താണ് അമ്മ ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ പറയണം, ഇത്ര നേരമായി ആ പെണ്ണ് കാത്തിരിക്കുന്നു, നീ എവിടെ ഇത്ര നേരം ചോദിച്ച് എന്നാ കുറച്ച് ശകാരിക്കൊക്കെ ചെയ്ത്, എന്തായാലും നേരം വൈകേണ്ടി വരില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ചൂടെ, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞപ്പോ അമ്മ പറയും ഞാൻ കഴിക്കൂല, നീ എപ്പോ വരുന്നോ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണോ എന്ന് പറയും. അപ്പൊ തന്നെ നമുക്ക് ഈ സംഭവം എനിക്ക് പിടി കിട്ടി, നേരത്തെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അമ്മ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതിൻ്റെ അല്ലേ, പ്രഷറിന്റെ ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കാത്തിരിക്കാനായിട്ട് ഇരിക്കുമ്പോ എനിക്കതൊരു വല്ലാത്ത വിഷമം തോന്നിയപ്പോ ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഒക്കെ വന്നു തുടങ്ങി. എന്നാലും ഒരു 7 മണി 8 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നല്ലൊരു ഇതാണ്. എനിക്ക് ഞായറാഴ്ച ആയിരുന്നു ലീവേ. എനിക്ക് ഞായറാഴ്ച ലീവുള്ള ദിവസം ഞാൻ ലിജിയുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോ ലിജിയുടെ വീട്, അവിടെ കുറച്ചേ ഉള്ളൂ. ലിജിയുടെ വീട്ടിൽ പോവും. അപ്പൊ പുതുമോടിയാണല്ലോ, മിക്ക ദിവസം പോവും. പിന്നെ പഴകി വരും. പിന്നെ ആഴ്ചയിൽ പോക്ക് ഒരാഴ്ചയായിട്ട് പോയില്ല ഞങ്ങൾ ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ നടക്കും. ഞാൻ കറങ്ങി നടക്കാറ് എല്ലാ ആഴ്ചയും. അമ്മ പറയും മക്കൾ പോയി എവിടെന്ന് വെച്ചാൽ പോയിട്ട് വീട്ടിലേക്ക് എന്തിനാ പോകാൻ പറയും. ഞങ്ങള് കറങ്ങി, വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. അങ്ങനെയാണ്. പിന്നെ അമ്മ ഒരു റൂൾസ് വെച്ചു. നമ്മളെ റൂൾസ് കേട്ടാൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, നിനക്ക് ലീവ് ദിവസമാണല്ലോ, എല്ലാ ഞായറാഴ്ചയും ലിജിനെ കൊണ്ട് ലിജിയുടെ വീട്ടിൽ പൊക്കോളാം. അത് അമ്മ റൂൾസ് വെച്ച്. അപ്പൊ അമ്മ പറയാ വെച്ചിട്ടുണ്ടെങ്കില്
എങ്ങനെയുണ്ടാ മോനെ, അവൾക്ക് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, ലിജിയുടെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ മോളെ കാണാനായിട്ട്. അപ്പൊ അതിന്റെ പേരിൽ എല്ലാ ആഴ്ചയും പൊക്കോളാം. എല്ലാ ആഴ്ചയും പോയിട്ട് ലിജിയുടെ അമ്മയിലേക്ക് പോ. നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മനെ കാണാം. അച്ഛനും അമ്മേനെ ഞായറാഴ്ച അച്ഛനും ഉണ്ടാവും. അപ്പൊ അച്ഛനും അമ്മനെ കണ്ടിട്ട് വേറെ എവിടേക്കും പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞ ഇതിന്റെ പേരിൽ എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോവും. ഞങ്ങൾ പോയി അവിടെ ലിജിയുടെ വീട്ടിൽ പോയി അമ്മനെ കാണും. അച്ഛനെ കണ്ട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ എവിടേക്കും പോവുള്ളൂ. അതാ വേറെ എവിടേക്കും പോയിട്ട് വരികയാണെങ്കിൽ വരുന്ന സമയത്ത് അല്ല, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടിണ്ടെങ്കിൽ തന്നെ പോയിട്ട് വരുന്ന വഴിക്കായാലും രാത്രി ആയാലും അമ്മരെ കയറിയിട്ടൊക്കെ വരുള്ളൂ ലിജിയുടെ അമ്മയുടെ വീട്ടിൽ. അപ്പൊ എല്ലാ ഞായറാഴ്ച അങ്ങനെ അമ്മ ഇട്ട റൂൾസ്. അപ്പൊ അമ്മ രണ്ട് കാര്യമാണ്. ഒന്ന്, നേരത്തെ വരാനുള്ള ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നു. ലിജി ഭക്ഷണം കഴിക്കാതിരുന്നാലും എന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല, എൻ്റെ ഒപ്പം ഒരു കഴിക്കാലോ എന്നുള്ള ചിന്ത എനിക്കുണ്ടാവും. പക്ഷെ അമ്മ ഭക്ഷണം കഴിക്കാണ്ടിരുന്നപ്പോൾ എനിക്കത് ഒരു വിഷമമായിട്ട് തോന്നി. കാരണം അമ്മ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്ഥിരം അങ്ങനെ കഴിച്ചിരുന്ന ആളാണല്ലോ. പിന്നെ കല്യാണത്തിന് ചേട്ടൻ്റെ വീട്ടിൽ അവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അവിടെ കറക്റ്റ് ടൈമിൽ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. കല്യാണം കഴിച്ച ശേഷം പിന്നെ വീട്ടില് അമ്മ ഞാൻ നേരത്തെ വരാൻ വേണ്ടി ചെയ്തൊരു ഐഡിയ ആണ്. നല്ല കാര്യം അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് ഓടുംപരയായിരുന്നു കേട്ടാ. അന്ന് ഒരു ഓടുംപര വീട് ആയിരുന്നു ഞങ്ങളുടെ വീട്. ഓടുമേഞ്ഞ വരാം. അതുപോലെ തന്നെ എല്ലാവരും തറവാടാണല്ലോ, എല്ലാവരും അവിടെയാണ് കല്യാണം കഴിച്ച് വന്നവരും. അവിടെ നിന്നിട്ട് ഓരോരുത്തരെടുത്ത് മാറി 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 താമസിച്ച് പോയതാണ്. അങ്ങനെ വീട്ടില് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ പോണ്. ഞങ്ങള് പിന്നെ നേരത്തെ ഞാൻ ചില ദിവസങ്ങൾക്ക് വളരെ നേരത്തൊക്കെ വരും, ചില ദിവസങ്ങളിലൊക്കെ വളരെ നേരത്തെ വരാറുണ്ട് കേട്ടോ. അന്ന് ഞാനും അമ്മയും ലിജിയും കൂടിയൊക്കെ ഇങ്ങനെ ഇറയെന്നറിയും ഞങ്ങളവിടെ ഈ കോലായി എന്നൊക്കെ പറയുന്ന സ്ഥലം. കോലായി എന്നാണ് ഇറയത്ത്. അമ്മ ഇരിക്കും, കസേരയിലിരിക്കും, താഴെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കും, ലിജിയുടെ മടിയിൽ എൻ്റെ കാല് വെച്ച് കിടക്കും. അല്ലെങ്കിൽ ഞാൻ ലിജിയുടെ മടിയിൽ തല വെച്ച് കിടക്കും, അമ്മയുടെ മടിയിൽ കാല് വെച്ച് ഇങ്ങനെ കിടക്കും. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള, അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റാത്ത മരണം വരെ നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള കാര്യം. വേറെ ഒന്നും വേണ്ട, ഇത് മതി. നമ്മളുടെ അമ്മനോട് നമ്മൾ കാണിക്കുന്ന ആ സ്നേഹവും നമ്മൾക്ക് തിരിച്ചു തരുന്ന സ്നേഹവും, അതൊക്കെ തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലിജിനെ കൊണ്ടുവരുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അന്ന് പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അമ്മയ്ക്ക് പ്രായം ഉണ്ടെങ്കിൽ അമ്മയുടെ ജോലി എല്ലാം അമ്മ ചെയ്യുള്ളൂ കേട്ടോ. അമ്മയുടെ ഡ്രസ്സ് അലക്കാനാണെങ്കിലും ഇപ്പൊ മുറ്റൊക്കെ അടിച്ചു വാരി കൊടുക്കും അമ്മ. അതൊക്കെ ചെയ്തു കൊടുക്കും, മുറ്റടിച്ചു കൊടുക്കും. പിന്നെ അമ്മയുടേതായ എല്ലാ കാര്യവും ലിജിനെ കൊണ്ട് നല്ല ഒരാളെ കൊണ്ടും ചെയ്യിക്കില്ല. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധി കൂടി ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യിക്കില്ല, അമ്മയുടെ എല്ലാ കാര്യവും അമ്മ തന്നെയാണ് ചെയ്തത് കേട്ടോ. എല്ലാ കാര്യവും ഒരാളെയും ബുദ്ധിമുട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ സന്തോഷത്തിൽ അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 മാസം കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോൾ ലിജി പ്രഗ്നന്റ് ആവുകയാണ്. ലിജി പ്രഗ്നന്റ് ആയി 3 മാസം കഴിയുമ്പോൾ പ്രഗ്നന്റ് ആയി. ഈ 3 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയതിനു ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ലേ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഛർദി തന്നെ ഒരു 4 മാസത്തെ അടുത്തോളം ഛർദി തന്നെയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച ആള്. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ചേട്ടത്തിയുണ്ട്, തൊട്ടടുത്ത് ചേട്ടത്തിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ചേട്ടത്തിമാര് കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്കിട്ട് ഞാൻ പോവും. ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയങ്ങളിലാണെങ്കിൽ ഞാൻ അപ്പൊ കമ്പനിയിലാണ് ജോലി ചെയ്യണത്. ആ സമയത്ത് ഞാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്.
അപ്പോൾ എപ്പോഴും ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടത്തിമാരൊക്കെ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊക്കെ ഇല്ലല്ലോ. അന്ന് എനിക്ക് വണ്ടി ഉണ്ടെങ്കിലും ഞാൻ ഇത് ടൂ വീലറേ ബൈക്ക് ഉണ്ട്. ബൈക്കിൽ ആ തുടക്ക സമയത്തൊക്കെ പ്രഗ്നൻസി തുടക്ക സമയത്തൊക്കെ ബൈക്കിന് പോകാനും എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഇതിനെ കൊണ്ട് പോകാനായിട്ടേ. എന്നാൽ തുടക്ക സമയത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദിയാണ്. ഛർദി വെച്ചാൽ ഭയങ്കര ഛർദിയായിരുന്നു. 3-4 മാസം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഛർദി എല്ലാം മാറിയതിനു ശേഷം പിന്നെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ശരീരം മൊത്തം ഭയങ്കര നീര് വെച്ചിട്ടുണ്ടെങ്കിൽ കാലൊക്കെ ഈ വണ്ണായി, ഭയങ്കര വണ്ണായി, ശരീരമൊക്കെ ഭയങ്കരമായിട്ട് നീരായി. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൃംഗവരത്ത് SN തിയേറ്ററിന്റെ ഒക്കെ ബാക്കിലായിരുന്നു. SN എന്ന പേര്, ഇപ്പൊ പേര് മാറിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ബാക്കിലായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റല് അത് ഡെലിവറി മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ വേറെ ഒന്നുമില്ല. ശാന്തി ഹോസ്പിറ്റലാണ് അത്. ശാന്തി എന്നാണ് പേര്. ആ ഹോസ്പിറ്റലിൽ ഡെലിവറി മാത്രമേ ഉള്ളൂ, വേറെ ചികിത്സകളൊന്നുമില്ല. എന്ന് വെച്ചാൽ അന്ന് സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഹോസ്പിറ്റലാണ് കൂടുതലുള്ളൂ. വേറെ സ്ഥലത്ത് നിന്ന് വെച്ചാൽ പുറത്ത് പോയി നമ്മൾ സ്കാൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ശാന്തി ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടെ വെച്ചാണെങ്കിൽ ഇത് മാത്രമല്ലേ ഉള്ളൂ, ഡെലിവറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. ഇപ്പൊ ഹോസ്പിറ്റലിലാട്ടോ നിർത്തി. അവരന്ന് ഭാര്യയും ഭർത്താവും ഡോക്ടർ തന്നെയായിരുന്നു. ഭാര്യയും ഭർത്താവും ഡോക്ടർ തന്നെയാണ്, ഗൈനക്കോളജിസ്റ്റാണ്. പ്രസവത്തിന് ലിജയുടെ വീട്ടിലേക്ക് ലിജനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അപ്പൊ അമ്മ പറഞ്ഞ എന്നോട് അവിടെ തന്നെ ഉണ്ടാവണം, എപ്പോഴും നീ രാത്രി അവിടെ തന്നെ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഈ അവിടെ വേറെ ആൺകുട്ടികളൊന്നുമില്ലല്ലോ, അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു അത്യാപത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ടാക്സി വിളിക്കാനോ മറ്റെന്തെങ്കിലും ആണെങ്കിലും ഞാൻ തന്നെ കൂടെ ഉണ്ടാവണം എന്ന് അമ്മയ്ക്കും നിർബന്ധം തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും ലിജിയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പൊ അതിൻ്റെ ഞാൻ രാത്രി പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോകും. എന്നാലും അമ്മയുടെ അടുത്ത് പോരും, ഇടയ്ക്കിട്ട് അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മനെ കാണും. അമ്മനെ കണ്ടു വന്ന് അമ്മയുടെ അടുത്തൊക്കെ ഇരുന്നായിട്ട് ഒരു ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ച് അമ്മരൊപ്പം ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഞാൻ പോവുള്ളൂ കേട്ടോ. ഇടയ്ക്കിട്ട് അമ്മനെ വന്ന് കാണും. അങ്ങനെ പിന്നെ ലിജിന പ്രസവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2-3 ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്ന ഡേറ്റിനും 2 ദിവസം മുമ്പറ്റ പോയി നമ്മൾ അഡ്മിറ്റ്, 2-3 ദിവസം മുമ്പറ്റ പോയി അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഡെലിവറി ടൈമായി. അപ്പൊ നേരത്തെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ മൂത്താള് ആൺകുട്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം. പെൺകുട്ടിയായാലും നല്ല സന്തോഷം, കുറവൊന്നുമില്ല കേട്ടോ. എനിക്ക് പെൺകുട്ടികളോട് ഏറ്റവും ഇഷ്ടം പെൺകുഞ്ഞുങ്ങളോടാ. നമുക്കത് വിധിച്ചില്ല. അങ്ങനെ ആൺകുട്ടിയായി, ഒരാൺകുട്ടി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞ് ജനിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒക്ടോബർ 28 മൂത്ത കുട്ടിയുടെ ജനനം, വാർഷികത്തിന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഒരു കുട്ടി ആയി. വിവാഹ വാർഷികം അങ്ങനെ ആയി. നവംബർ 5 ഒക്ടോബർ 28 ജനിച്ചു. പിന്നെ എത്ര ദിവസമുണ്ട്? 6-7 ദിവസം കഴിഞ്ഞ നമ്മളുടെ വിവാഹ വാർഷികം. വിവാഹ വാർഷികമായിട്ട് ഒരു കുഞ്ഞിനങ്ങട് കിട്ടി. അങ്ങനെ ലൈഫ് സ്റ്റോറിയുടെ 4ാമത്തെ ഭാഗം ഇവിടെ ഞാൻ നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 5ാമത്തെ തുടങ്ങും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലിജി എൻ്റെ കൂടെ ഇല്ല എന്ന് കരുതിയിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണുക, വീഡിയോ ഒക്കെ കാണണം.
അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.